കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻ സ്വർഗീയമുത്തേ കൈതൊഴുന്നേൻ 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 സ്വർഗീയമുത്തേ കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻ. സത്യവും നീതിയും ഞങ്ങൾക്കരുളിയ നിത്യനിലാവേ കൈതൊഴുന്നേൻ. സത്യവും നീതിയും ഞങ്ങൾക്കരുളിയ നിത്യനിലാവേ കൈതൊഴുന്നേൻ. ആത്മാവിലാനന്ദധാര ചൊരിയുന്ന സ്നേഹസ്വരൂപനെ കൈതൊഴുന്നേൻ. ആത്മാവിലാനന്ദധാര ചൊരിയുന്ന സ്നേഹസ്വരൂപനെ കൈതൊഴുന്നേൻ. കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻ സ്വർഗീയമുത്തേ കൈതൊഴുന്നേൻ. അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര അവതാരമായി വാഴും പരമാത്മാവേ അവതാരമായി വാഴും പരമാത്മാവേ അവതാരമായി വാഴും പരമാത്മാവേ അവതാരമായി വാഴും പരമാത്മാവേ അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര ഉന്നതനാകുന്ന ദൈവം അന്ത്യയുഗമാകുന്ന കലിയുഗത്തിൽ മാനവലോകത്തിൻ്റെ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി അവതാരമായി വന്നു വാഴുന്ന ഈ കാലത്ത് ഗുരുശിഷ്യ ബന്ധത്തിൽ ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച പൊന്നോമന സന്താനങ്ങളെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടി ഈ വിധം ഒന്നിച്ച് കാണുവാനും ആരാധിച്ച് ആനന്ദിക്കുവാനും ദൈവമൊരുക്കിയ ഈ അവസരത്തിന് ആദ്യമായി നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ആരാധന ജ്ഞാനാഭിഷേകമാണ്, ആത്മാഭിഷേകമാണ്, അത് ആനന്ദത്തിനുള്ള മാർഗമാണ്. ഈ ഭൗതിക ലോക ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഓരോ ആത്മാവിലും കടന്നുകൂടുന്ന ചെറുതും വലുതുമായ കേടുപാടുകളെ പരിഹരിക്കുവാൻ ദൈവമൊരുക്കിയ ഉന്നതമായൊരു വഴി അഭിഷേകം, ജ്ഞാനാഭിഷേകം. അത് പരിപൂർണമായ ആശ്രയത്തോടുകൂടി, പരിപൂർണമായ ആത്മസമർപ്പണത്തോടുകൂടി, ഏകാഗ്രമായ ചിന്തയോടുകൂടി ഇതിൽ ഉൾപ്രവേശിച്ചിരിക്കുന്നവർക്കാണ് അതിൻ്റേതായ മഹത്വം അനുഭവമാകുന്നത്, അനുഭവ ഭാഗ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. യാതൊരുവിധ അലക്ഷ്യങ്ങളും ആരിൽ നിന്നും ഉണ്ടാകാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ കീർത്തനങ്ങളും, ഓരോ ശബ്ദങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുക. നമ്മൾ ആശ്രയിക്കുന്നത് സൂക്ഷ്മ സ്വരൂപനാകുന്ന ബ്രഹ്മജ്ഞാന സ്വരൂപത്തെയാണ്. ആ ബ്രഹ്മജ്ഞാന സ്വരൂപം ഈ ലോകത്തിൽ അവതാരമായി വന്ന ഓരോ ആത്മാവിനെയും ബ്രഹ്മക്ഷേത്രങ്ങളാക്കുവാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ ക്ഷേത്രങ്ങളായി നിന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പൂജകളും മറ്റു കർമ്മങ്ങളും നടത്തി നിങ്ങൾ ഓരോരുത്തരും ദൈവരൂപമായി തീരുന്നത് കാണുവാനാണ് മഹാശക്തി ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്തത്. അതുകൊണ്ട് അത് മഹാഭാഗ്യമാണ്. ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്തതും മാറി മാറി ദേഹങ്ങളെ വാഹനമായി സ്വീകരിക്കുന്നതും ആത്മലോകത്തിൻ്റെ ഭാഗ്യമാണ്. ഈ ഭാഗ്യം വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെല്ലാം
മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ എപ്പോഴും സത്യത്തിൽ ജീവിക്കുവാൻ ഓരോരുത്തരും സന്നദ്ധരാകുക. മഹാശക്തി നിങ്ങളുടെ കൂടെ എന്നും വാഴുമാറാകട്ടെ. ഇന്ന് പല ആളുകളും വളരെ വിദൂരങ്ങളിൽ നിന്നൊക്കെ വന്നു. എല്ലാ ആഴ്ചകളിലും വരാറുണ്ടെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ഒരു കാര്യത്തോടു കൂടിയാണ് പലരും വന്ന് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നവരെല്ലാം എൻ്റെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും, എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ. കാരണം ശരീരപ്രകാരം എൻ്റെ അമ്മയാണ് കടന്നു പോയത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ, ചില ആളുകളൊക്കെ അങ്ങനെ കരുതി തന്നെ ചില മെസ്സേജുകളൊക്കെ അയക്കാറുമുണ്ട്. ഞങ്ങളും ഭഗവാന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അമ്മ പകരം വയ്ക്കാനില്ലാത്ത ഒരു വസ്തുവാണ്, അതൊരു സത്യമാണ്. പക്ഷേ അറിവിൽ കൂടി ചിന്തിക്കുമ്പോൾ ലോക നിയമങ്ങൾ അവതാരങ്ങൾക്ക് പോലും ബാധകമാണ്. അല്ലെങ്കിൽ എന്തിനാണ് 69-ാം തിരുവയസ്സിൽ ആ ശരീരം ഉപേക്ഷിച്ചത്? എന്തിനാണ് 64-ാം വയസ്സിൽ 2ാമത്തത് ഉപേക്ഷിച്ചത്? എന്തിനാണ് 94-ാം വയസ്സിൽ 3ാമത്തത് ഉപേക്ഷിച്ചത്? എന്തിനാണ് 87-ാമത്തെ വയസ്സിൽ 4ാമത്തത് ഉപേക്ഷിച്ചത്? അതെല്ലാം ലോക നിയമങ്ങൾക്കനുസൃതമായി ദൈവം പോലും ഇതിനെ അനുസരിക്കുന്നു എന്ന് കാണുമ്പോൾ, എന്ന് ചിന്തിക്കുമ്പോൾ, ആ അറിവിൽ നമ്മൾ ബന്ധിക്കുമ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ലോകവശാൽ നിങ്ങളെ സംബന്ധിച്ച് വലിയ ഭാഗ്യമായി കരുതിക്കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും അത് കണ്ടതും അതിനുവേണ്ടി പ്രാർത്ഥിച്ചതും. കാരണം ഇതുവരെ ഇല്ലാത്ത ഒരു സൗഭാഗ്യം. കാരണം വാണിരുന്ന ഓരോ തിരുവുടലുകളും നമ്മൾ കണ്ടു, പക്ഷേ മാതാപിതാക്കളെ കണ്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു, അത് നഷ്ടമായി എന്നുള്ളത് ഓർക്കുമ്പോൾ എല്ലാവർക്കും ഒരു ദുഃഖമാണ്. പക്ഷേ ഈ അറിവിൽ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സ്മരണ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ അത് കണ്ടതുപോലെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടായിക്കൊള്ളും. ഇത്രയും പേർക്കത് കാണാനിടയായല്ലോ, ഇനി വരുന്നവരെന്ത് ചെയ്യും? അവർക്കത് കാണാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ അറിവിൽ ചിന്തിക്കുക, അറിവിൽ കൂടി വളരുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ചെയ്യാൻ പറ്റുന്ന എന്താണ്? ആത്മാവിനെ ആ പരമാത്മപദത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ കർമ്മ വഴികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കുമ്മനം രാജശേഖർ സാർ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം അതിൻ്റെ വിശദവിവരം ചോദിച്ചത് കൊണ്ടാണ് പറയേണ്ടി വന്നത്. വളരെയേറെ ക്ലേശപൂർണമായ ഒരു ജീവിതം, സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരായി തന്നെ ഒരു ചെറിയ കുടിലിനുള്ളിൽ വർഷങ്ങളോളം എൻ്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞുകൂടി. 1906-ോ 7-ോ ആണ് ഒരു പുതിയ ഭവനം ഉണ്ടായത്. 97 98-ലാണ് പുതിയൊരു ഭവനം ഉണ്ടായത്. കാരണം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാതെ ഞാനന്ന് അവിടെ ഇല്ലായിരുന്നു. അവിടെ പോയിരുന്നു, പരിപാടിക്കൊക്കെ പോയിരുന്നു, പക്ഷേ ഡേറ്റ് ഓർമ്മയില്ല. അപ്പോൾ 98-ലാണ് പുതിയൊരു ഭവനം ഉണ്ടായത്. പക്ഷെ അതും ചില ബാധ്യതകളൊക്കെ ഉണ്ടായി, കൊടുക്കേണ്ടതായിട്ട് വന്നു. വീണ്ടും അതിനേക്കാൾ ചെറിയ ഒരെണ്ണത്തിലേക്ക് മാറി. അങ്ങനെ ദുരിതവും ദുഃഖവും ചിന്തിച്ചാൽ വളരെയേറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എൻ്റെ ദൈവമറിയാതെ ഒന്നുമില്ല എന്ന ഉറപ്പോടുകൂടി അതെല്ലാം അതിജീവിച്ച് ആ വിധത്തിൽ മുൻപോട്ട് ജീവിതം ചെയ്തതുകൊണ്ടാണ് ഈ ഭാഗ്യാവസ്ഥയിൽ എത്തുവാനിടയായത് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർത്താൽ, ഇതുപോലെ ഒരു സംസ്കാര കർമ്മം ആത്മബോധോദയ സംഘത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ട് ഇത്രമാത്രം ബഹുജനങ്ങൾ അവിടെ പങ്കെടുത്തു. എന്തിൻ്റെ വലിപ്പത്തിലാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ ബന്ധത്തിലാണ്? ഗുരുവിനോടുള്ള ബന്ധത്തിലാണ്. ആ ബന്ധം ഉണ്ടായതെങ്ങനെയാണ്? ഈ വിധ ത്യാഗകർമ്മങ്ങളിലൂടെ ജീവിച്ച് പരിശീലിപ്പിച്ച് സന്താനങ്ങളെ വളർത്തിയതിൻ്റെ ഫലമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാതാപിതാക്കൾ എപ്പോഴും സന്താനങ്ങൾക്ക് മാതൃകയായി ജീവിക്കണം. എൻ്റെ അച്ഛനും അമ്മയും കലഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് കേട്ടിട്ടില്ല. ഒറ്റ അഭിപ്രായമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും. കാരണം ഈശ്വരൻ്റെ അറിവിൽ കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം തരണം ചെയ്ത് വന്നതിൻ്റെ ഫലമാണ്
ഇപ്രകാരം ഒരു സന്താനത്തെ ഈശ്വരൻ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് കാണുവാൻ തക്ക വിധത്തിൽ ഞാൻ ഇന്നിതിൽ പ്രത്യക്ഷമായി നിൽക്കുവാനും ഒക്കെ ഇടയായത്. അപ്പം നമുക്ക് എപ്പോഴും കരുതേണ്ടത് എന്താണ്? സത്യജീവിതമാണ്. സത്യജീവിതത്തിൽ കൂടി മുന്നോട്ട് പോകുന്നവർക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ അനുഭവത്തിൽ എത്തിയതെന്ന് പലരും ചിന്തിക്കും. അപ്പോൾ ആ അനുഭവിച്ച ദുഃഖദുരിതങ്ങൾ അനുഭവിച്ച സമയത്ത് അത് ദുഃഖം തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? വെള്ളത്തിൽ വെണ്ണ പോലെ സുഖമെന്നും ദുഃഖത്തിൻ മീതെ നിൽക്കും. വെള്ളത്തിൽ വെണ്ണ പോലെ അത് അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണത്. എന്തെല്ലാം ദുഃഖങ്ങൾ ഉണ്ടായാലും അതിൻ്റെ മുകളിൽ സുഖം ഉള്ളവർക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും, യാതൊരു കേടും കൂടാതെ. ചില ആളുകൾ ശരീരപ്രകാരം എൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്രയും വിഷമം ഉണ്ടായാലും സാർ എങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നു? കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുള്ള പലപ്പോഴും. എന്തുകൊണ്ടാണത്? ആ ഹൃദയബന്ധം ഈശ്വരനിലേക്ക് നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് ഈ ദുഃഖങ്ങളൊന്നും അങ്ങോട്ട് ഏശുന്നില്ല. അങ്ങനെ ജീവിതം ചെയ്ത് അനേക വർഷം അങ്ങനെ ജീവിതം ചെയ്തതിൻ്റെ ഫലമാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ ശോച്യാവസ്ഥകളൊക്കെ പരിഹരിച്ച് നല്ലൊരു ഭവനം, നമ്മുടെ സന്താനങ്ങളുടെ ശ്രമഫലമായി അവിടെ ഒരു ഭവനമുണ്ടായി. അതൊരു സന്തോഷകരമായ ഒരു ജീവിതം. ഈ അടുത്ത കാലത്ത് ഇവിടെ എന്നെ കാണാൻ വരുമ്പോഴൊക്കെ അമ്മ ഇതുവരെ ഇല്ലാത്ത സന്തോഷത്തിലായിരുന്നു. കാരണം അമ്മയുടെ പിതാവ് കൊടുത്ത ഭൂമിയാണത്. അപ്പം അവിടെ ഒരു വീട് നല്ല വിധത്തിൽ ഉണ്ടാവണമെന്നും അവിടെ കഴിയണമെന്നുള്ള ആഗ്രഹം നടപ്പായതിൻ്റെ സന്തോഷം വളരെ വലുതായിരുന്നു. ആ സന്തോഷത്തോടു കൂടിയാണ് ഈ അടുത്ത കാലത്ത് ആ ഗൃഹപ്രവേശനത്തിന് ശേഷം എന്നെ കാണാൻ വരുമ്പോഴെല്ലാം അമ്മയുടെ മുഖത്ത്, ആ ഹൃദയത്തിൽ അത് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. അത്രയും സന്തോഷാവസ്ഥയിലാണ് അമ്മ കടന്നുപോയത് എന്ന് ചിന്തിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാനേ വകയുള്ളൂ. അതുകൊണ്ട് ആരും നിങ്ങൾ ദുഃഖിക്കാനല്ല പഠിക്കേണ്ടത്, അറിവിൽ കൂടി ആശ്രയിക്കുക, ആത്മാവിനെ നിത്യശാന്തിയിൽ ലയിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആരാധനയിൽ കൂടി ഉന്നതമായ പരമഭാഗ്യം സർവശക്തി നിലനിർത്തിയിരിക്കുന്ന അനുഭവിക്കുവാൻ സർവശക്തിയുടെ കാരുണ്യമുണ്ടാകട്ടെ. ജ്ഞാനാഭിഷേകം നടക്കട്ടെ. ഈശ്വര എന്നെ അനുഗ്രഹിപ്പാൻ തിരുമുൻപാകെ ഞാൻ അഭയം തേടി. അഖിലാണ്ട സൃഷ്ടിക്ക് കാരണഭൂതനായ ജഗദീശ്വരനാണ് ശുഭാനന്ദ നാമത്തിൽ അവതാരമായി വന്ന് വാഴുന്നത്. അഖിലാണ്ട സൃഷ്ടിക്ക് കാരണഭൂതനായ ജഗദീശ്വരനാണ് ശുഭാനന്ദ നാമത്തിൽ തിരുവതാരം ചെയ്തു വന്ന് വാഴുന്നത്. ഇത് ആത്മലോകത്തിന് അറിവായി വരുവാൻ തക്ക വിധത്തിൽ, അനുഭവമായി വരുവാൻ തക്ക വിധത്തിൽ, അറിവുകളിൽ കൂടി ഉന്നതമായ കർമ്മങ്ങളെ ലോകത്തിൽ സ്ഥിരപ്പെടുത്തി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശീലനമാണ് ആദർശ ജീവിതം എന്ന് പറയുന്നത്. സത്യമാവുന്ന തന്റെ സ്വരൂപത്തെ, സത്യമാവുന്ന ഭഗവാന്റെ സ്വരൂപത്തെ ആത്മാവിലായും ആത്മാക്കളിലായും കാണപ്പെടുവാൻ, ആത്മാവിലായും ആത്മാവായും കാണപ്പെടുവാൻ, ആത്മാവായി വന്നു നിന്നുകൊണ്ട് പരമാത്മ ചൈതന്യത്തെ തെളിയിക്കുകയാണ്. ഇത് ആത്മലോകത്തിന്റെ പരമഭാഗ്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പാടുന്നത്, ഞങ്ങൾക്ക് ഈ ഭാഗ്യത്തെ ദാനമായി നൽകിയ ദൈവത്തെ പ്രാർത്ഥിക്കുന്നേ. ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവ
കാര്യം ലോകത്തിൽ അനുഭവമാകുമ്പോൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ, എന്തും അതിന്റെ അനുഭവത്തിൽ എത്തുമ്പോൾ എന്നും അതിന്റെ അനുഭവത്തിലെത്തുമ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ അതിന് പ്രത്യേക ഒരു വൈഭവം ആവശ്യമാണ്. തിരിച്ചറിയണമെങ്കിൽ അതിന് പ്രത്യേകം ഒരു വൈഭവം ആവശ്യം. അറിവില്ലാതെ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. അറിവില്ലാതെ ഒന്നും തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അനുഭവമായി വരുന്ന ഈ പരമാനന്ദ മാർഗം, അനുഭവമായി വരുന്ന ഈ പരമാനന്ദ മാർഗം, ആ പരന്മാരിൽ സ്ഥിരമായി തിരിച്ചറിയുവാനുള്ള ആ ശക്തി, പരന്മാരിൽ സ്ഥിരമായി തിരിച്ചറിയുവാനുള്ള ആ ശക്തി നിലനിർത്തുവാനാണ് ഈ ആദർശ ജീവിതം തന്നിരിക്കുന്നത്. നിലനിർത്തുവാനാണ് ഈ ആദർശ ജീവിതം ദാനം ചെയ്തിരിക്കുന്നത്. പല ആളുകളും വിചാരിക്കുന്നത് എന്താണ്? പല ആളുകളും വിചാരിക്കുന്നത് തലവേദന മാറണം, മുട്ടുവേദന മാറണം, നടക്കാത്ത കല്യാണങ്ങളൊക്കെ നടക്കണം, കുട്ടി ജനിക്കാത്തവർക്ക് കുട്ടി ജനിക്കണം, ഇങ്ങനെ ലോകത്തിലെ കോടിക്കണക്കിന് ദുഃഖങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് ഗുരുവും തന്റെ ആദർശവും എന്നാണ് പലരുടെയും വിചാരം. അതിനൊരു ഉപകരണമാണെന്നാണ് പലരുടെയും വിചാരം. അങ്ങനെയല്ല. ലോക രീതിയാൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ലോകത്തിലെ പല കാര്യങ്ങളും ഈ കൂട്ടത്തിൽ നടത്തുമെന്നുള്ളതേ ഉള്ളൂ. കാരണം ദേഹമില്ലാതെ ആത്മാവിന് നിലനിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദേഹത്തിന് ആവശ്യമുള്ളതൊക്കെ ഓരോന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനുവേണ്ടിയല്ല വന്നത്. എന്തിനാ പിന്നെ വന്നത്? ആത്മശുദ്ധിക്കുള്ള അറിവും സൽക്കർമ്മവും നൽകുവാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആത്മാവ് നിഷ്കളങ്കമായിരുന്നു എങ്കിൽ പിന്നെ വീണ്ടും ശുദ്ധീകരിക്കേണ്ട ആവശ്യം എന്താണ്? അത് ആദർശത്തിൽ വന്ന് ബന്ധപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതവും ആദർശത്തിൽ വന്ന് ബന്ധപ്പെട്ടതിന് ശേഷമുള്ള ജീവിതവും പരസ്പരം ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. ഈ അറിവിലെത്തുന്നതിന് മുമ്പ് കാടായി കിടക്കുകയായിരുന്നു. വന്യജീവികളൊക്കെ കയറി അങ്ങനെ മതിച്ച് ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഈ പ്രകാശം അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞപ്പോൾ കാടെല്ലാം മാറി, വന്യജീവികളൊക്കെ മാറി. നമ്മുടെ സീതാലക്ഷ്മി പറഞ്ഞ പോലെ ഉറുമ്പുകൾ പോലും മാറി. അങ്ങനെ സുവർണമായ ഒരു അവസ്ഥയിൽ ഹൃദയം അങ്ങനെ രൂപീകരിക്കപ്പെട്ടു. എങ്ങനെ രൂപീകരിക്കപ്പെട്ടു? പരിശുദ്ധ ജ്ഞാനം പരന്മാരിൽ പതിച്ചപ്പോൾ പരമപരിശുദ്ധമായി തീർന്നു. ആ പരിശുദ്ധ ഹൃദയത്തിൽ മാത്രമേ ആരെ കാണാൻ കഴിയുള്ളൂ? പരമാത്മാവിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോ ആ വ്യത്യാസം തിരിച്ചറിയുവാൻ ആത്മാക്കൾക്ക് കഴിയും. അപ്പൊ ആദർശത്തിൽ വരുന്നതിന് മുമ്പ് അത് ഉണ്ടായിരുന്നില്ല, വന്നതിന് ശേഷം അത് ഉണ്ടായി. അപ്പോ നമ്മുടെ മഹാഗോപുരം നിർമ്മിക്കുന്ന സ്ഥപതിയായ വേലുസാറ്, അപ്പൊ അദ്ദേഹമാണ് അതിന്റെ ചുമതല വഹിച്ചിരിക്കുന്നത്. അദ്ദേഹം ആദ്യമായി നമ്മുടെ ആത്മദൈവത്തോട് സംസാരിക്കുമ്പോ എനിക്ക് ഒരുപാട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഞാനൊരു ചോദ്യം ചോദിക്കും, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. സാധാരണ ആശ്രമവും സാധാരണ ക്ഷേത്രവും നിങ്ങളുടെ ആശ്രമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഒറ്റ ഉത്തരം. ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠകൾ സംസാരിക്കാറില്ല, ആശ്രമത്തിലെ എന്റെ ദൈവം സംസാരിക്കും. ആ ഒറ്റ ഉത്തരത്തിലാണ് വേലുസാർ ഇതിലേക്ക് പൂർണ്ണമായും സമർപ്പിതനാകുന്നത്. ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ തോന്നിപ്പിച്ചതും അദ്ദേഹത്തിന് അതിൻ്റെതായ ദർശനങ്ങൾ കൊടുത്തതും ആ കണക്ഷൻ, ആന്തരികമായ ആ ബന്ധം ഉണ്ടാക്കിയതും ആ ശുഭാനന്ദ തപോശക്തിയാണ്. ഇപ്പോൾ നമ്മുടെ ജയന്തുകുമാർ ഭക്തൻ പറഞ്ഞതും അതേ അനുഭവം തന്നെയാണ്. അപ്പൊ 50% രണ്ടിനെയും തരംതിരിച്ച് എന്നോട് പറഞ്ഞപ്പോ 50% ഭൗതികവും 50% ആത്മീയവും. ഏത് അളവ് പോലും കൊണ്ടാണ് ഇത് അളക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് ആ ചിന്ത ഉണ്ടായത്. അവിടെ ആ സ്ഫുരണം ഉണ്ടാവുകയാണ്. എന്താണ് ആ സ്ഫുരണം? ആ ശുഭാനന്ദപ്രഭ അവിടേക്ക് പതിക്കുകയായി. അറിവിന്റെ കിരണം അവിടേക്ക് തട്ടുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങ് പ്രോജ്വലിച്ചു. ഇപ്പൊ വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിൽ അറിവേ എന്റെ ഗുരുവേ, എന്റെ
കഴിവില്ലെന്റെ ഗുരുവേ. വിട്ടുപിരിയാൻ കഴിയാത്ത വിധം ആ പരമാത്മാ ജീവാത്മാ ബന്ധം ആ കിരണത്തിൽ നിന്നങ്ങ് അങ്കുരിക്കുകയായി. ഇതുതന്നെയാണ് നിങ്ങൾ ഓരോരുത്തരിലും സ്ഥാപിച്ചിരിക്കുന്നത്. ആ മഹാചൈതന്യത്തിന്റെ ഒരു കിരണം തട്ടിയാൽ മതി, എല്ലാവരും അങ്ങ് ബന്ധിക്കുകയാണ്. ഇപ്പോ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും സൂര്യനുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒന്ന് കൈ ഉയർത്ത്. എല്ലാവർക്കും വിശ്വാസമുണ്ട്. എങ്ങനെയാണ് ബന്ധം? സൂര്യന്റെ ഊർജം ഉപയോഗിച്ചുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. സൂര്യപ്രകാശം നിങ്ങളിലേക്ക് പതിക്കുമ്പോൾ ആ സൂര്യനുമായി നമുക്ക് ബന്ധമുണ്ടാവുകയാണ്. അങ്ങനെ സൂര്യപ്രകാശം പതിക്കുന്ന ജലവും വായുവും ആഹാരവും വസ്ത്രവും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൂര്യന്റെ സഹായമില്ലാതെ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സൂര്യനുമായി ബന്ധമുണ്ട്. അങ്ങനെ ബാഹ്യാവസ്ഥയിൽ ഈ ലോക പ്രകാശം ഏതൊരു കാലത്തും സൂര്യനിൽ തന്നെ നിലനിൽക്കുന്നു. ഈ ലോക പ്രകാശം ഏതൊരു കാലത്തും സൂര്യനെയാണ് ഇതിന്റെ അടിസ്ഥാനമായി നിലനിർത്തിയിരിക്കുന്നത്. പുരാണങ്ങളിൽ പോലും പറയുന്ന അർക്കാനലാദി എന്നാണ് പറയുന്നത്. സൂര്യൻ തുടങ്ങിയാണ് പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനമായും പ്രധാനമായും നിലനിർത്തിക്കുന്ന സൂര്യനെയാണ്. എന്തിന്? ഈ ലോകത്തിന്. ആ ലോകത്തിന്റെ സൂര്യനാണ് ആത്മനാഥൻ. ആ പ്രകാശം ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം ഉണ്ടാവുകയാണ്. അതില്ലാതെ പിന്നെ ജീവിതമില്ല, അതില്ലാതെ പിന്നെ കർമ്മങ്ങളില്ല, അതില്ലാതെ പിന്നെ ഒന്നുമില്ല എന്ന അനുഭവത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് നമ്മൾ പാടുന്നത് അനുഭവ ഗുണനിധിയെ ആത്മാവിൽ എല്ലാം അനുഭവ ഗുണനിധിയെ കളങ്കമില്ലാത്ത ജ്ഞാനം
വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതിവരാത്ത വിധം ഇങ്ങനെ വർണ്ണിച്ചാലും 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 മതിവരാത്ത വിധം അനുഭവ ഭാഗ്യങ്ങളെ ആത്മാക്കളിൽ ദാനം ചെയ്തുകൊണ്ടാണ് ശുഭാനന്ദ തിരുവവതാര ലോകത്തിൽ വാഴുന്നത്. ഗുണങ്ങളെ ആത്മാവിലേക്ക് ദാനം ചെയ്തുകൊണ്ടാണ് ശുഭാനന്ദ തിരുവരുമ്പോൾ ലോകത്തിൽ പ്രത്യക്ഷമായി. ഇത് ആ വിധത്തിൽ സത്യമായി അനുഭവമുള്ളവരൊന്ന് കൈയടിച്ചു കേട്ടാ. വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ. വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ. മാനവലോക രക്ഷയ്ക്കായി ശുഭാനന്ദാദർശം വളരട്ടെ. വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ. മാനവലോക രക്ഷയ്ക്കായി ശുഭാനന്ദാദർശം വളരട്ടെ. മാനവലോക രക്ഷയ്ക്കായി ശുഭാനന്ദാദർശം വളരട്ടെ. ഉന്നതമാകുന്ന ഈ ആദർശത്തിന്റെ വളർച്ച അന്ധകാര അസ്തമനത്തിന് ഏറ്റവും പ്രയോജനമായി ഭവിക്കും. അന്ധകാരങ്ങളെല്ലാം അസ്തമിക്കണം. ആത്മജ്ഞാന സൂര്യൻ ഉദയമായി പ്രശോഭിക്കണം. അപ്പോൾ മാത്രമേ ഏകത്വമായ ബോധത്തിൽ ഏകീഭവിച്ച് ആത്മാക്കൾ ആനന്ദത്തിൽ ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ ആനന്ദ ലോകമാക്കുവാൻ വേണ്ടിയാണ് ആത്മനാഥൻ വന്ന് ഈ പെടാപ്പാട് വിടുന്നത്. ആനന്ദമാകണം ആനന്ദമാകണം എന്ന് പാടിയാലോ പറഞ്ഞാലോ ആനന്ദമാകുമോ? ആനന്ദമെന്ന ഫലത്തിൽ എത്തിക്കുവാൻ തക്ക വിധത്തിൽ ഹൃദയം ഒരുക്കിക്കൊണ്ട് സൽക്കർമ്മം ചെയ്യണം. അതൊരു സൽഫലമാണ്. അനേക കാലത്തെ സൽക്കർമ്മത്തിൽ കൂടി ഒരു ആത്മാവിൽ സിദ്ധമാകുന്ന സൽഫലമാണ് ആനന്ദം. അല്ലാതെ എവിടെ നിന്നെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. അല്ലെങ്കിൽ കുറെ ദൂരയാത്രകൾ ചെയ്ത് ഭഗവത് ദർശനം ചെയ്താൽ കിട്ടുന്നതല്ല. ഈ യാത്ര ചെയ്യുമ്പോഴും ഉള്ളിലിരിക്കുന്ന ചിന്തകൾ ഇതിനൊക്കെ വിപരീതമാണെങ്കിൽ ആ യാത്ര കൊണ്ട് പോലും ഒരു പ്രയോജനമില്ല. ഇപ്പോ ആ വിധത്തിൽ വളരെ വിദൂരങ്ങളിലൊക്കെ ഈ തീർത്ഥാടകരായി പോകുന്ന ആളുകളുണ്ട്. അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് ഒരു പിരിവിനി എന്ന് ഇറങ്ങിപ്പോടാന്ന് പറയും. ദൂരെ പോവും, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഭഗവാനെ ദർശിക്കാൻ പോവുകയാണ്. ഈ അടുത്തിരിക്കുന്ന പട്ടിണിപ്പാവങ്ങൾ ഒത്തുചേർന്ന് ഒരു നേരത്തെ പൂജ നടത്താനും നിർവാഹമില്ലാതെ ഒരു പിരിവിനി എന്ന് ചോദിച്ചാൽ അപ്പൊ ആട്ടി ഓടിച്ചത്. അപ്പൊ ആട്ടി ഓടിച്ചു. ദൂരെ പോയിരിക്കുകയാണ്. അവിടെ വലിയ ക്ഷേത്രമുണ്ട്, വലിയ പ്രതിമയുണ്ട്, വലിയ പൂജയുണ്ട്. അവിടെ ലക്ഷക്കണക്കിനൊക്കെ കൊടുത്ത് പേരെഴുതി മണിക്കൂറുകളോളം ക്യൂ ഒക്കെ നിന്ന് കുപ്പി വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ക്യൂ നിന്ന് കാലെടുത്ത് നടക്കാൻ പറ്റത്തില്ല. നിരന്ന ക്യൂ അപ്പോൾ ആണുങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ കാശുള്ളവർ വേറെ കയറി തൊഴും. അപ്പോൾ ഇല്ല ബാക്കിയുള്ളവർ നോക്കിക്കൊണ്ട് നിൽക്കും. ഒന്നും ഒരു പരാതിയില്ല. ആ വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിധത്തിൽ തീർത്ഥാടന യാത്രകളൊക്കെ. അതുകൊണ്ട് ഒരു കഥയുമില്ല. അമ്പലം തേടി നടന്നിടണ്ട ആരും, അമ്പലം തോടി നടന്നിടണ്ട. അമ്പലം തേടി നടന്നിടണ്ട ആരും, അമ്പലം തോടി നടന്നിടണ്ട. അമ്പരം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഉൾക്കാമ്പിൽ തന്നെ നീ കണ്ടുകൊള്ളുക. അമ്പരം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ അമ്പരം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഉൾക്കാമ്പിൽ തന്നെ നീ കണ്ടുകൊള്ളുക. അമ്പലം ഭൂമിയല്ല, അമ്പരം, അമ്പരം ആകാശം. അമ്പരം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഉൾക്കാമ്പിൽ തന്നെ നീ കണ്ടുകൊള്ളുക. അമ്പലം തേടി നടന്നിടണ്ട ആരും, അമ്പലം തോടി നടന്നിടണ്ട. അമ്പരം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഉൾക്കാമ്പിൽ തന്നെ നീ കണ്ടുകൊള്ളുക.
കാണുവാൻ എന്തു മതി? ആദ്യം കാണുന്ന രൂപമാകുന്ന സത്യശുഭാനന്ദ രൂപത്തെ അവതാരം കാണുവാൻ എന്തു മതി? അടിപണിഞ്ഞ് ആശ്രയിച്ച് ജീവിച്ചാൽ മതി. അടിപണിഞ്ഞ് ആശ്രയിച്ച് ജീവിച്ചാൽ. അല്ലാതെ ലോകം മുഴുവൻ തേടി നടന്നാൽ കാണുന്ന വസ്തുവല്ല ഇത്. ലോകം മുഴുവൻ തേടി നടന്നാൽ കാണുന്ന വസ്തുവല്ല. എന്നാൽ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് താനും. ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് താനും. പക്ഷേ തന്നിൽ കാണാത്ത ഈ വസ്തുവിനെ മറ്റെങ്ങും കാണാൻ കഴിയില്ല. കാണാത്ത ഈ വസ്തുവിനെ മറ്റൊന്നും കാണാൻ കഴിയില്ല. കണ്ടു കഴിഞ്ഞാൽ തന്നിൽ തന്നെ ആത്മാവിലായും ആത്മാവായും ആത്മസ്വരൂപത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം താൻ തന്നെയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഗുരുവിനെ അല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. ആ അവനവനെ തന്നെ സർവത്തിലും കാണുകയാണ്. ഓ ആത്മബോധം അങ്ങനെ തിളങ്ങി പ്രശോഭിക്കുകയാണ്. അപ്പോഴാണ് ഭേദബുദ്ധിയില്ലാത്ത ഉന്നതമായ ജീവിതം ചെയ്യുവാൻ കഴിയുന്നത്. ഞാനെന്നും നീയെന്നും ഭേദമില്ല. ജാതിമത വ്യത്യാസങ്ങളില്ല. ആ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഇല്ല. ഇന്ന സ്ഥലക്കാരില്ല രാജ്യക്കാരെന്ന് വ്യത്യാസമില്ല. ആ സ്ത്രീ പുരുഷ വ്യത്യാസം പോലുമില്ല. അങ്ങനെ ഒന്നായി ചേർന്ന് ഏകത്വമായ ബോധത്തിൽ ഏകീഭവിച്ച് ഉന്നതമാകുന്ന ഈ ആദർശത്തെ ലോകരംഗത്തേക്ക് പുലർത്തുവാൻ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്താണ്? സത്യമാകുന്ന ഈ ആദർശത്തെയാണ്. ആദർശം അതിശ്രേഷ്ഠമായ അറിവാണ്. അറിവിൽ കൂടെ അനുസരിച്ച് അനുദിനം ജീവിക്കുമ്പോൾ ആദർശമായി രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ ആദർശമായി ലോകത്തിൽ ജീവിക്കുവാൻ സമ്മതിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. പ്രകാരം ഗുരുമുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. ഒരു കാരണവശാലും അത് മറന്നുപോകാതെ കൃത്യവും സത്യവുമായ ഒരു പരമാനന്ദ ജീവിതം ചെയ്യുവാൻ ഓർമ്മയായി, ബുദ്ധിയായി, മനഃശക്തിയായി മഹാശക്തി നിങ്ങളിലെല്ലാം നിറഞ്ഞു വാഴുമാറാകട്ടെ. ആത്മബോധോദയം സത്യശുഭാനന്ദം ആനന്ദം ആനന്ദം ആനന്ദമേ. ആത്മബോധോദയം സത്യശുഭാനന്ദം ആനന്ദം ആനന്ദം ആനന്ദമേ. ഈ ആനന്ദത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ ലോകത്തിൽ താണതെന്ന് കൽപ്പിച്ചിരുന്ന ഒരു സ്ഥലത്ത് വന്ന് ആ ഒരു ശരീരത്തെ സ്വീകരിച്ചു. അതിലിരുന്നു കൊണ്ട് 69 വർഷക്കാലം അക്ഷീണ പരിശ്രമങ്ങൾ ചെയ്തു. ആ മഹാത്യാഗങ്ങൾ അനുഭവിച്ചു, മഹാതപസ് അനുഭവിച്ചു. എല്ലാത്തിന്റെയും ലക്ഷ്യം എന്തായിരുന്നു? മനുഷ്യകുലം രക്ഷപ്പെടണമെന്നുള്ളതായിരുന്നു. എന്റെ സന്താനങ്ങളെ ഈ അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുക്കണമെന്നുള്ളതായിരുന്നു. അന്ധകാരാഗ്നിയിൽ വെന്തരിയുന്ന നരരെ വീണ്ടെടുപ്പാൻ ബന്ധുവായി വന്ന ദൈവമാണ് ശുഭാനന്ദ രൂപം.
അനുയോജ്യമായി അനുയോജ്യമായി ആത്മാവിൻ ശോഭ തന്നല്ലോ. സുഖിക്കും അവതാര കർമ്മങ്ങൾ ചെയ്താൽ ആത്മം പരലോകപ്രാപ്തിയിലെത്തി സുഖിക്കും സ്ഥാപകനെയും ഈ സംഘത്തെയും ഉന്നതമായ നിലയിൽ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ഉന്നതൻ തന്നെ വാണിരുന്ന വാഴ്ചയാണ് ഉത്രാടത്തിൽ കണ്ടത്. അത് ഉന്നതമായി നടത്തേണ്ടത് ഭക്തലോകത്തിന്റെ ആവശ്യമാണ്, കടമയാണ്.
സഭയാണ്. ആ കൃത്യനിർവഹണത്തിൽ നിന്ന് മാറി നിൽക്കാതെ ആ കൃത്യനിർവഹണത്തിൽ നിന്ന് എല്ലാവരും ഒന്നായി ഒരുങ്ങിക്കൊള്ളുക, ഹൃദയം ഒരുക്കിക്കൊള്ളുക. ജഗദീശ്വരൻ നിങ്ങൾക്കായി ആനന്ദമായി ഉത്രാടം നടത്തി തരട്ടെ. ആനന്ദമായി നടത്തപ്പെടട്ടെ. വേണ്ടതെല്ലാം പ്രകൃതിയിൽ ഒരുക്കപ്പെടട്ടെ. ഉന്നതമായി ആനന്ദമായി സർവ്വതും നടത്തപ്പെടട്ടെ. നടത്തപ്പെട്ട ഓരോ കർമ്മങ്ങളെ കുറിച്ചും ചിന്തിച്ചാൽ ഓ അത്ഭുതം അത്ഭുതം അത്ഭുതമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. കഴിഞ്ഞ ദിവസം നടന്ന ആ മാതാവിന്റെ സംസ്കാര കർമ്മങ്ങൾ, ഇത്രയും ഭക്തസന്താനങ്ങളെയും സന്യാസ പരമ്പരകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓ പ്രകൃതി വളരെ രമണീയമായി തന്നെ ഒരുങ്ങി നിന്നുകൊണ്ട് ഓ ഉന്നതമായ കർമ്മങ്ങളൊക്കെ നടത്തിയതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു. എല്ലാ ത്യാഗത്തിനും ഫലമുണ്ട്. എല്ലാ ദുഃഖത്തിനും ഒരു അറുതിയുണ്ട്. ഓ ദൈവത്തെ വിട്ട് പിരിയാതെ ആര് ആശ്രയിച്ച് ജീവിക്കുന്നുവോ, ഏതാപത്തിലും അനർത്ഥത്തിലും ദൈവത്തെ വിടാതെ ആശ്രയിക്കുന്നുവോ, അവരിലേക്ക് ഈശ്വരൻ അധിവാസം ചെയ്തുകൊണ്ടെല്ലാം നടത്തുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കണ്ടത്. അതിൽ പങ്കെടുത്ത എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആളാമൃതി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് നടക്കാനുള്ള കർമ്മങ്ങൾ ഉന്നതമായി ദൈവം നേരിട്ട് നടത്തുമാറാകട്ടെ. ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം ആനന്ദമായി നടത്തപ്പെടട്ടെ. അതിൻ്റെതായ ആലോചനകൾ പല വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി കാര്യങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഗീതാനന്ദ സ്വാമിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സുഖമില്ലാത്ത അവസ്ഥയിൽ ആശുപത്രിയിലാണ്. എത്രയും വേഗം സുഖം പ്രാപിക്കുവാൻ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. വന്ന് ഈ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുവാനുള്ള അനുവാദം ഈശ്വരൻ കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഉന്നതമായ നമ്മുടെ മഹാഗോപുരം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സവിശേഷമായ പല കാര്യങ്ങളും അതിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉന്നതമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ചു കാണുവാൻ നമുക്കൊന്നായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ ഈശ്വരൻ സ്വീകരിക്കട്ടെ. ആത്മദൈവത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്നും കരുതുമാറാകട്ടെ. രാജഗോപാൽ ദൈവ കുടുംബത്തെയും കരുതട്ടെ. സപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെയും കരുതട്ടെ. അതുപോലെ ഇന്ന് വിശേഷാൽ വന്നു ചേർന്നിരിക്കുന്ന നമ്മുടെ രാജാറാം ഡോക്ടറെയും ആ കുടുംബത്തെയും ഈശ്വരൻ എപ്പോഴും കരുതി രക്ഷിക്കുമാറാകട്ടെ. സാറ് സാക്ഷി പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മാറി നിന്നതിനെ വീക്ഷിക്കുകയും ഇതിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയുകയും ചെയ്യുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ സത്യം കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. പല കാര്യങ്ങളും ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ പറയും, ഇന്നപ്പോ ഇന്ന പോലെ നടന്നില്ല, ഇന്നപോലെ അത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. കൂടുതൽ ദൂരോട്ടൊന്നും പോകണ്ട അന്വേഷിക്കാൻ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മുടെ ഭക്തന്മാർ അനേകർ എത്തുന്നുണ്ട്. അവരിൽ നിന്ന് തന്നെ വിശേഷങ്ങളെല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ നമ്മളുമായി വളരെ ബന്ധമുള്ള ഒരു കുടുംബമാണത്. ഡോക്ടറുടെ പിതാവും ആനന്ദജി ഗുരുദേവന്റെ കാലത്ത് ഇവിടെ വരികയും ഇതുമായി ബന്ധിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. മാതാപിതാക്കളെയും ഈ അവസരം ഓർക്കുകയാണ്. എല്ലാം ഈശ്വരന്റെ കാരുണ്യമാണ്. സൽഫലം എവിടെ നിന്ന് ആരിൽ നിന്നുണ്ടാകുന്നു, ആര് കാരണമുണ്ടാകുന്നു, ആ സൽഫലത്തിന്റെ ഉടമസ്ഥൻ ഈശ്വരനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ എത്തിക്കുന്നതെല്ലാം ഈശ്വരനാണെന്നുള്ള ചിന്താഗതിയോടുകൂടി നമ്മൾ ഓരോന്നും നോക്കിക്കാണുമ്പോൾ കാരണമായി നിൽക്കുന്ന വസ്തുക്കളെല്ലാം ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ആരിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും നമ്മൾ പഠിക്കണം. ഉപകാരം ചെയ്യുന്നവരെ മാത്രമല്ല, ഒന്നും ചെയ്യാത്തവരെയും ആ നിലയിൽ കാണുവാനുള്ള
പരിശീലനമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാത്തവരെ ആ വിധത്തിൽ കാണുവാനുള്ള പരിശീലനമാണ് നമുക്ക് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് ആത്മബോധ സ്വരൂപനാകുന്ന ഈശ്വരന്റെ വാഴ്ചയ്ക്കായി സത്യജീവിതം ചെയ്യുക. എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് ആത്മബോധ സ്വരൂപനാകുന്ന ജഗദീശ്വരന്റെ തിരുശരീര സുഖവാഴ്ചയ്ക്കായി സത്യജീവിതം ചെയ്യുക. അങ്ങനെ സത്യമായി ജീവിക്കുവാൻ കരുത്തായ ഈശ്വരൻ കൂടെ വാഴട്ടെ. ഇന്നേ ദിവസം സമർപ്പിച്ച എല്ലാ നേർച്ചകളും ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എല്ലാവരെയും ആളാം പ്രതി അനുഗ്രഹിക്കുന്നു. സർവദോഷങ്ങളും തീരട്ടെ, സർവദോഷങ്ങളും തീരട്ടെ, സർവദോഷങ്ങളും തീരട്ടെ. സർവശാന്തി അനുഭവമാകുമാറാകട്ടെ. ശുഭാനന്ദ ശാന്തി തുള്ളിക്കളിക്കട്ടെ. ഈ പ്രകൃതി സർവത്തിനും അനുകൂലമായി നിലകൊള്ളട്ടെ. പ്രകൃതിയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം ഈശ്വരൻ ദാനം ചെയ്യട്ടെ.